ഹലോ, ഇന്നത്തെ വീഡിയോ അലോവേര ഉപയോഗിച്ചിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അലോവേര ഇല്ലെങ്കിൽ ജെല്ലായാലും വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലുള്ള കാരണം കട്ട് ചെയ്തെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകണം. അതിനേക്കാൾ മുമ്പ് ഇത് കുറച്ച് നേരം ഒന്ന് കുത്തിക്കണം. നമ്മുടെ മഞ്ഞ ലിക്വിഡ് കളയാനായിട്ട് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ നമ്മുടെ സൈഡിലത്തെ മുള്ള് പോലത്തെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊന്നും കളയേണ്ടതില്ല കേട്ടോ. മിക്സിയിൽ അടിച്ച് നമ്മുടെ തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല സിൽക്കി കിട്ടും മുടിക്ക്. ഇനി അതിൻ്റെ മേലത്തെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജെല്ല് എടുക്കാവുന്നതാണ്. ഫോർക്ക് ഉപയോഗിക്കുമ്പോൾ വേഗം തന്നെ ജെല്ല് കിട്ടും കേട്ടോ. ജെല്ലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. അതിനായിട്ട് ഒരു സ്പൂൺ പാലാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു സ്പൂൺ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇതൊരു നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. ക്ലെൻസിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫേസിന് നല്ലൊരു മസാജ് കൂടി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ നമ്മുടെ പാലും അലോവേര ജെല്ലും. അപ്പോൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജെല്ലായി അങ്ങനെ ഫേസിൽ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നല്ലൊരു മസാജ് കൊടുക്കാം കേട്ടോ. നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്കും ഡ്രൈ ആയി ഉണ്ടാവും. അങ്ങനെ വാഷ് ചെയ്തിട്ട് വരട്ടോ. നല്ലൊരു ക്ലെൻസിങ് ആണ് നമ്മുടെ ഫേസിന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കും റിമൂവ് ആയിട്ടുണ്ടാവും. നല്ലൊരു തെളിച്ചാണ് കേട്ടോ കിട്ടുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും. ഈ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയിട്ട് വരാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്ക്രബ്ബർ തയ്യാറാക്കണം. അതിന് വേണ്ടി 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടി നന്നായി മിക്സ് ആയി. ഇത് വന്നിട്ട് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ നമ്മുടെ അലോവേര ജെല്ലും അരിപ്പൊടിയും. സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് ഞാൻ കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അലോവേര ജെല്ല് ഇതിൽ ഉണ്ടായിരുന്നു. 1 സ്പൂൺ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൈരാണ് കേട്ടോ. 1 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ അരിപ്പൊടി ഓപ്ഷണലാണ്. അരിപ്പൊടിക്ക് പകരം കടലമാവായാലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ പകരം കോഫി പൗഡർ ആയാലും ആഡ് ചെയ്യാം. എനിക്ക് കാപ്പിപ്പൊടിയേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആയത് മഞ്ഞൾപ്പൊടിയാണ്. അതാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ ചെയ്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിക്ക് പകരം നമ്മുടെ കോഫി പൗഡറോ അതോ കടലമാവ് അങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയത് കോഫി പൗഡറിനേക്കാളും യൂസ്ഫുൾ ആയത് മഞ്ഞൾപ്പൊടി ആകാനാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ അലർജി ഉണ്ടെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫേസിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റിനകത്ത് നന്നായി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് വിചാരിക്കും. നല്ലൊരു തിളക്കമാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഫേഷ്യൽ മാസത്തിൽ 2 വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നല്ലൊരു ഗ്ലോയിങ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ നമ്മുടെ അലോവേര ജെൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കറ്റാർവാഴ വീട്ടിലില്ലെങ്കിൽ കടയിൽ നിന്നെല്ലാം ജെല്ല് വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ടെല്ലാം ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കേ.